ഇന്നത്തെ നമ്മുടെ പണിയേ എന്താ 2 കുറ്റിക്കുരുമുളകിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ചട്ടിയിലേക്ക് നട്ടു കൊടുക്കണം. അപ്പോൾ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അടിവളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ കുറ്റിക്കുരുമുളക് അങ്ങ് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ചേർത്തിട്ട് നട്ടു കൊടുക്കുന്നതെന്നൊന്ന് കാണിക്കാവേ. ബാ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ ഇതുപോലെയൊക്കെ നമുക്ക് നടുന്നതാണ് കേട്ടോ ലാഭം. കാരണം കൂലിയൊന്നും കൊടുക്കണ്ട, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പറിക്കുകയോ ഉണക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ആവശ്യത്തിന് വേണ്ടവരൊക്കെ ഇതുപോലെ 2-3 തൈയൊക്കെ വാങ്ങി നമ്മൾ ചട്ടിയിലോ ചാക്കിലോ അങ്ങനെയൊക്കെ നടുകയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ മണ്ണെടുത്തോട്ട് ആ കല്ലൊക്കെ കളഞ്ഞ് നല്ല പൊടിയായിട്ടുള്ള മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പച്ചക്കക്കപ്പൊടിയാണ്. അപ്പോൾ ഇത് ചേർക്കുന്ന നേച്ചർ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള വളങ്ങളൊക്കെ നേരിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. അതേസമയത്ത് നമ്മൾ കുമ്മായൊക്കെ ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെക്കുമ്പോഴേ അത് ഒരു 15 ദിവസമൊക്കെ വെച്ചതിന് ശേഷമല്ലേ നമുക്ക് അതിലേക്ക് മറ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ pH ലെവലാകുകയും ചെയ്യും, മറ്റ് വളങ്ങൾ നേരിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പച്ചക്കക്കപ്പൊടി എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ചകിരി കമ്പോസ്റ്റാണ് ഇത് കേട്ടോ. ചകിരി കമ്പോസ്റ്റും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നല്ല വേരോട്ടം ഉണ്ടാകും. അതുപോലെ തണുപ്പ് നിൽക്കാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു ചകിരി കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്താൽ. ഇല്ലെങ്കിൽ ഇതിലേക്ക് മണ്ണൊക്കെ മാത്രമാകുമ്പം മണ്ണ് ഉറച്ച് പോവുകയും ചെയ്യും. പിന്നെ ഇട്ട് കൊടുക്കുന്ന വളമോ വെള്ളമോ ഒന്നും നമ്മുടെ ചെടിക്ക് കിട്ടുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വേരോട്ടം ഉണ്ടാകാനും നല്ല മണ്ണിന് ഇളക്കം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഈ ചകിരി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയും കൂടെ ഞാൻ ഇത്തിരി മിക്സാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന്. എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ അടിവളങ്ങൾ ചേർത്ത് നട്ടാൽ പിന്നെ നമ്മൾ ഇനി ഒരു 3-4 മാസത്തേക്ക് നമ്മൾ മറ്റ് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ. മറ്റു വളങ്ങളൊന്നും കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ചെടികൾക്കൊക്കെ എന്തെങ്കിലും സ്ലറിയൊക്കെ ഉണ്ടാക്കി ഒഴിക്കുന്ന സമയത്ത് ഇത്തിരിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഡെയിലി നനച്ചും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നമ്മുടെ വളങ്ങളും മണ്ണും ഒക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്ത്. അപ്പോൾ ഞാനൊന്ന് മുന്നേ നമ്മുടെ പച്ചക്കറികളൊക്കെ നട്ട ചട്ടി ഉണ്ടായിരുന്നത് ചെടികളൊക്കെ ഒഴിവായി കഴിഞ്ഞപ്പം ആ ചട്ടി എടുത്താണ് കേട്ടോ. അതിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ നല്ല വേരോട്ടം ഉണ്ടാകാനും അതുപോലെ തണുപ്പ് നിൽക്കാനും ഒക്കെ ആയിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് കരിയില അടിയിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുകയില്ല, വെള്ളം വാർന്ന് പോകാനും ഒക്കെ ഇതുപോലെ നമുക്ക് കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ മിക്സാക്കി വെച്ച വളവും മണ്ണും ഒക്കെ കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇടുന്നില്ല, കാരണം നമ്മുടെ പിന്നെ കുരുമുളകിൻ്റെ തൈ അതിലേക്ക് ഇറക്കി വെക്കേണ്ടതല്ലേ. അപ്പോൾ ചെറിയ ചട്ടിയാണല്ലോ, അപ്പം കുറച്ച് മാത്രം വളം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ തൈയുടെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പ്ലാസ്റ്റിക് വേറൊന്നും കളയാതെ നമ്മൾ കവറൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതിലേക്ക് ഞാനിത് ഇറക്കി വെച്ചു. എന്നിട്ട് ശേഷം ബാക്കി നമുക്കതിൻ്റെ മുകളിലേക്ക് ബാക്കി വരുന്ന കുറച്ച് മണ്ണും വളവും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു 3-4 മാസത്തേക്ക് പിന്നെ നമ്മൾ ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയോ വേണ്ട, നമ്മൾ ഡെയിലി നമ്മൾ നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ മറ്റ് പച്ചക്കറികളൊക്കെ നടുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഒരു 2-3 ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ ആയിട്ട് നമ്മളിതുപോലെ നട്ടു കൊടുക്കുകയാണല്ലേ, നമ്മൾ കടയിൽ നിന്ന് കുരുമുളക് പൊടിയോ കുരുമുളകോ ഒന്നും വാങ്ങേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പൊള്ളുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആരെയും പറിക്കാനാണെങ്കിലും കൂലിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ അനുഭവമാണ്, നമ്മൾ കുരുമുളക് പറിച്ച് ഉണക്കി കഴിയുമ്പം അതിൻ്റെ കൂടെ നമുക്ക് അത്രയും കൂടെ പൈസ കൂട്ടിയാൽ പോലും നമുക്ക് കൂലി കൊടുക്കാൻ എത്തുന്നില്ല. അതേ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ബെസ്റ്റ് ഇതുപോലെ ഒരു 3-4 ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ഇതുപോലെ തൈ വാങ്ങി നമ്മൾ നട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഞാൻ 2 ചട്ടി ഉണ്ടായിരുന്നു. ആ 2 ചട്ടിയിൽ 2 തൈ ഇതേപോലെ അങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയൊക്കെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും അതുപോലുള്ള എൻ്റെ കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒക്കെ എന്നെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.